ആ എത്തിയോ? എന്താ കാര്യമായിട്ടൊക്കെ വാങ്ങിച്ചിട്ടുണ്ടല്ലോ. എടപ്പായിരുന്നു. അച്ഛനൊരു ഷർട്ട് വാങ്ങാൻ. ആ ഒരു നല്ല ഷർട്ടൊക്കെ കിട്ടിയോ? നീ ആരോട് ചോദിച്ചിട്ടാ പോയെ? ചോദിച്ചല്ലേ, നീ ആരോട് ചോദിച്ചിട്ടാ പോയത്? അച്ഛനെ നാളെ കൊണ്ടോണ്ടേ? ഒരു ഷർട്ട് വാങ്ങാൻ വേണ്ടിയിട്ടല്ലേ ഞാൻ പോയത്. നീ എൻ്റെ ഭാര്യയാണെങ്കിലേ ഞാൻ അറിയണം നീ പോകുമ്പോ. ഇനി അച്ഛനും ഇല്ലൊരു അടിയന്തരവും ഇല്ല. ഹലോ, എന്താ വിളിച്ചേ? അച്ഛന് ഇഷ്ടമായോ? ഷർട്ട് ഇഷ്ടമായോ? അതിന് അച്ഛൻ എൻ്റെ കൂടെ അല്ലല്ലോ. അശ്ശോ, ഞാനത് മറന്നുപോയി. എപ്പോഴാണ് അച്ഛനെ കാണാൻ നിങ്ങൾ പോകുന്നത്? പോകുന്നില്ല. കൊല്ലത്തിൽ ഒരു ദിവസം ഞാൻ ചോദിക്കുന്നത്, അതും കൂടി സമ്മതിക്കൂല എന്ന് വെച്ചാ ഇനി എന്തായാലും കയ്യും കാലും പിടിച്ചു പോകാൻ ഞാനിട്ട് ഉദ്ദേശിക്കുന്നുമില്ല. ഹലോ ഹലോ, ഇവിടെ ഒന്ന് നിർത്തേ, ഒന്ന് നിർത്തേ. നല്ല കാറ്റല്ലേ? മോന് പോലീസിലാണ് എന്നല്ലേ പറഞ്ഞേ? ആ അല്ല, താടി. അത് മഫ്തി പോലീസില്ലേ? രഹസ്യ പോലീസ്. രഹസ്യ പോവാ. നന്നായി. താടി കുറക്കണം, കുറച്ചധികമായി. കുഴപ്പമില്ല, ജോലിയുടെ ഭാഗല്ലേ. ഇനി അങ്ങോട്ട് ഇവിടെ ഒന്ന് സൈഡാക്കിയേ, ഈ കടയുടെ. ചേട്ടാ, 2 ലൈവ് ജ്യൂസ്. ഇങ്ങോട്ടൊന്നും കാണാനില്ല. തിരക്കല്ലേ, പരിചയക്കാരാ. എന്നാ ഊര് ചുറ്റലാണോ? ഊര് ചുറ്റിലൊക്കെ നിന്നു. ഇപ്പൊ പഴയ പോലെ അല്ല, പ്രായമായി വരല്ലേ. ഈ കാലുണ്ടല്ലോ, കുറച്ചങ്ങോട്ട് നടക്കുമ്പോഴേക്കും മസിലിന്റെ അവിടെ ഒരു പിടുത്തം. അതുകൊണ്ട് ഇപ്പോ മോളുടെ കൂടിയാ. അത് ശരി. നിനക്ക് വേണോ? വേണ്ട, ഞാൻ കുടിച്ചാ. ഇപ്പൊ തന്നെ കണ്ടോ, ഇവിടം വരെ ഒന്ന് വരണം എന്ന് പറഞ്ഞു. കോൺസ്റ്റബിളിനെ കൂട്ടി വിട്ടിരിക്കുക. കഴിഞ്ഞ് തന്നെ ഞാൻ വെച്ചോ. ചേട്ടാ, എന്നാ ഗ്ലാസ് എന്നാ. വേറെ എന്തെങ്കിലും വേണോ? വേണ്ട വേണ്ട. അല്ലെങ്കിൽ ഒരു 10 രൂപയ്ക്ക് തേൻമുട്ടായി. ചേട്ടാ, 10 രൂപ തേൻമുട്ടായി. അപ്പൊ 40. പോ. ഇത് പിടിച്ചോ. ശരി കേട്ടോ. ആയിക്കോട്ടെ.
പോയി വരാം. ആഹാ, എത്തിയോ? ഞാനും മോള് ഒറ്റയ്ക്കാണെന്നുള്ള വല്ല വിചാരമുണ്ടോ നിങ്ങൾക്ക്? ശങ്കരൻ്റെ കടയിൽ നിന്ന് കുറെ തേൻമുട്ടായി വാങ്ങിച്ചോണ്ട് വന്നാൽ എല്ലാം ആയി എന്നാ വിചാരം. എന്തെങ്കിലും ചെറുതരി വല്ലതും ഉണ്ടോ? കള്ളല്ലോ. അതെ, ആകെ ഒന്ന് ഫ്രഷ് ആവണം, കുടിക്കാം. ഓക്കെ. ഇവിടെ നിന്ന് ഇത്തിരി അങ്ങോട്ട് വലത്തോട്ട് പോയാലേ പരിചയക്കാരൻ്റെ ഒരു ഷാപ്പുണ്ട്. നല്ല കാര്യം, അടിപൊളി. സ്ലോ ആക്കി കേട്ടോ. അത് ഇറക്കുമായതുകൊണ്ട് എത്ര ഫാസ്റ്റ് അല്ലേ? ഭയങ്കര സ്ലോ. അതന്നെ. ആ കല്ലുപാലത്തിലുണ്ട് സോമനണ്ടി ആപ്പീസൊന്ന്. നാട്ടിലുള്ള പെൺമണികൾ പട്ടിണികൾ മാറ്റാൻ കൂട്ടമോടെ കൊറേ ആയില്ലേ? ആ കുപ്പി മൊത്തം തീർന്നു. കൊറേ ആയി. അതല്ല, കൊറേ കാലായില്ലേ? രവിയെ, ഒരെണ്ണം കൂടി എടുക്കടാ. രാധ ഏകയായി വരുന്ന രാധയോട് സോമനോദി എന്റെ ജീവറാണിയായി വാണിടാമോ രാധേ. ഏകയാമെനിക്കൊരമ്മ മാത്രമുള്ളു സോമ, ഏകണമ്മവർക്കു കഞ്ഞി കണ്ടു നിരായി ചൊല്ലി. കൂട്ടുകാരികൾ പറഞ്ഞു കഷ്ടമാണ് രാധേ, ദുഷ്ടനാ സോമൻ നിന്നെ പാട്ടിലാക്കും രാധേ. കൂട്ടുകാരികൾ പറഞ്ഞ വാക്കു കേട്ടില്ല രാധ, ദുഷ്ടനാ സോമൻ പറഞ്ഞ വാക്കു സന്തോഷം. താങ്ക് യു കോൺസ്റ്റബിൾ.
ഡിസൂസ ഒന്ന് വാ, കാര്യമുണ്ട്. അയ്യോ, ഇതെന്താ മനോജേട്ടനുണ്ട്? ആ കുഴപ്പമില്ല, ഉറങ്ങി. വാ, അപ്പുറത്തേക്ക് വാ. എനിക്ക് പേടിയാ വരാൻ. എനിക്ക് പേടി, അകത്തേക്ക് വരാം. പുറത്തേക്ക് വാ. മോളുണർന്നാലോ? മോളെ വിളിക്കണ്ട, മോളെ വിളിക്കണ്ട, അപ്പുറത്ത് വാ. എന്തൊരു കഷ്ടം. ഒന്ന് വാ, വേഗം പോവാ. വാ. എന്തിനപ്പോ വന്നേ? എന്നാ, എന്താ? നോക്ക്. ഇതെവിടുന്നാ? അച്ഛൻ തന്നയിച്ച. അച്ഛനോ? ദേ. ഈ ഷർട്ട് അത് ഞാൻ ഇന്നലെ രാത്രി തന്നെ വന്നെടുത്ത്. അത് ഇന്ന് രാത്രി തന്നെ വന്ന് പറഞ്ഞില്ലെങ്കിൽ ശരിയാവും തോന്നി. അതാ വന്ന് പറഞ്ഞ. അച്ഛൻ നല്ല സന്തോഷിച്ചായി. അയ്യോ, എന്തിനാ കാര്യമാണ്? പോയിക്കോ, അകത്ത് പോയി. ബൈ. ശരി. സംഭവം നിയമപ്രകാരം നിങ്ങൾക്ക് ഇഷ്ടം പോലെ ജീവിക്കാനുള്ള അവകാശമൊക്കെ ഉണ്ട്. പക്ഷേ ഇനി ഇതുപോലുള്ള കേസായിട്ട് എൻ്റെ കൈ കിട്ടിയ നല്ല ഇടി ഞാൻ ഇടിക്കും. മനസ്സിലായോ? ഓ സാർ, ഇനി ഉണ്ടാവും. ഇനി കോളേജിൽ പോവാന്ന് പറഞ്ഞാൽ കോളേജിൽ പോകണം, അല്ലാതെ പാർക്കിൽ പോകരുത്. ഇല്ല സാർ, ഇനി ഉണ്ടാവും. എന്നാ വയ്ക്കോ, വിളിച്ചോണ്ട് പോടോ. മര്യാദയ്ക്ക് വളർത്തണം പിള്ളേരെ. തന്തയും തള്ളയും എല്ലാത്തിനും ഞാൻ അടിക്കും. എന്തൊരടി അടിക്കുന്നത്, ഒരുപാട് മനുഷ്യ പറ്റില്ലാത്ത. അവരങ്ങ് തീർന്നു പോയാലോ? ഇടിക്കട്ടോ, അന്ന് അവൻ ആ ഹോട്ടലിൽ വന്ന് എന്തിനാണെന്ന് അറിയണ്ടേ? സഹദേവ, നീ എല്ലാറ്റും ന്യായീകരിക്കുമ്പോൾ ഇതും ന്യായീകരിക്കല്ലേ? എടോ, അവരെങ്ങാൻ തീർന്നു പോയാലേ നമ്മളെല്ലാരും കുടുങ്ങും. കുടുങ്ങുന്നാണോ എന്റെ പ്രശ്നം? കേട്ടോന്നേ, തട്ടലും മുട്ടലും കൂടാതെ ആ പൈസ എങ്ങനെ നമ്മുടെ കൈ കിട്ടുന്ന ഞാൻ ചിന്തിക്കുന്നത്. അതിലൊരു പങ്ക് കിട്ടിയാൽ തനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. ഇല്ല, എന്നാ ഒരു നല്ല ഇടിച്ചോട്ടെ. താൻ എന്തോടെ കാണിക്കുന്നേ? ആളെ മനസ്സിലായോ? നമ്മുടെ ജോർജിന്റെ ഹോട്ടലിൽ ഇടിക്കാടോ? താനാര്? ഭരചന്ദ്രൻ IPS ഓ അതോ ബൽറാം? ഇവനെ കുഞ്ഞുമോന്റെ ആളെ സാറേ. ഒന്ന് മാറോ, അല്ലെങ്കിൽ അവൻ ചത്തു. ഒന്ന് മാറോ സാറേ, അന്ന് എന്നെ കുറെ ഓടിച്ചോ. ഇരിക്കവിടെ, ഇരിക്കാൻ. ചോദിക്കാൻ ഒന്ന് തെളിച്ച് അത് പറയുന്നത്. ഇങ്ങനെയാണ് ചോദിക്കുന്നത്. സത്യം പറഞ്ഞാൽ നിനക്ക് തല്ലുള്ളത് രക്ഷപ്പെടാം. സത്യം മാത്രം പറയുള്ളൂ സാർ. പറ, എന്ത്? നേരെ നിക്കടാ. നീ എന്തിനാ ഹോട്ടലിൽ വന്നത്? പൊറോട്ട, പൊറോട്ട ബീഫ് തന്നെ. സത്യം കിട്ടും. നിനക്ക് കുഞ്ഞമ്മതുമായിട്ട് എന്താ ബന്ധം? ആരാണത്? കുറെ നേരം ഈ സാറ് ചോദിക്കുക. എനിക്കറിയില്ല, കുറെ ഇല്ല, നേരം കേട്ടിട്ടുമില്ല സാർ. സത്യം കിട്ടും. ഇതിനാണ് തല്ലി. നിന്റെ ഫോണിൽ എടുത്തേ. തുറന്നേ. ലോക്കൊന്നിൽ ഇങ്ങനെ വരച്ചാൽ മതി വെറുതെ. സാർ ബാലൻസ് കേട്ടോ. കോണ്ടാക്ട് ലിസ്റ്റിലോ ഫോൺ ഹിസ്റ്ററിയിലോ കുഞ്ഞമ്മ നമ്പർ ഉണ്ടോ നോക്കി. ഇതിനകത്ത് കുഞ്ഞാമ്മന്റെ നമ്പർ ഒന്നുമില്ല സാറേ. അപ്പൊ അവന് കുഞ്ഞമ്മതുമായിട്ട് വലിയ ബന്ധമൊന്നും കാണുകയല്ല. പിന്നെ നീ എന്തിനാടാ അന്ന് ഹോട്ടലിൽ ഞങ്ങളുടെ ടേബിളിന്റെ അടിയിലോട്ട് കയറി വന്നേ? അയ്യോ, അതാ സാറേ കാര്യം. അത് ഞാൻ ഒരു പലിശക്കാരെ കണ്ടപ്പോൾ കയറി ഒളിച്ചതാണ്. അയാളെ കണ്ടപ്പോൾ കയറി അതിൻ്റെ അകത്ത് കയറിയതാണ്. സത്യം ഇടും സാറേ. ഒന്ന് പറയാം സാറേ, സത്യം കിട്ടും. ആ വക്കീലേ, എന്താ നമ്മുടെ സ്റ്റേഷനിലോട്ടൊക്കെ? വക്കീലായി പോയില്ലേ, അപ്പൊ കോടതി സ്റ്റേഷനൊക്കെ കയറിറങ്ങേണ്ടി വരുമല്ലോ. വക്കീലിരിക്കെ. എന്താ വിശേഷിച്ച്? ഇവിടെ ഡിസൂസ എന്ന് പേരുള്ള ആരെങ്കിലും കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടോ? ഡിസോസിയോ? ഇല്ല, അങ്ങനെ ഒരാൾ കസ്റ്റഡി ഇല്ല. അയ്യോ, ഞാൻ ഡിസൂസ സാർ. നീ എസ്തപ്പാന്നല്ലടാ പറഞ്ഞേ? അല്ല, ഡിസൂസ എസ്തപ്പാൻ അങ്ങനെ രണ്ടുപേരുണ്ട് സാർ. ചിലർ ഡിസൂസ വിളിക്കും, ചിലർ എസ്തപ്പാന്ന് വിളിക്കും. എന്താണ് സാർ ഞാൻ? എന്താ അയാൾക്കെതിരെയുള്ള ചാർജ്? പബ്ലിക് ന്യൂസൻസ്. കുഞ്ഞു അപ്പൊ മെഡിക്കലൊക്കെ എടുക്കുമായിരിക്കും അല്ലേ? നല്ല തല്ല് കിട്ടിയ പോലെ ഉണ്ടല്ലോ. മെഡിക്കലൊക്കെ എന്തിനാ? ഞങ്ങൾ ഇതിന് കേസൊന്നും എടുക്കുന്നില്ല.
ആളുകൾ കൂട്ടം കൂടി തല്ലുന്ന കണ്ടപ്പോൾ ഇദ്ദേഹം വന്ന് രക്ഷിച്ചു. അത്രേ ഉള്ളൂ. ഇല്ലടോ? ആ ഈ സാറേ എന്നെ രക്ഷപ്പെടുത്തിയത്. കേസൊന്നും എടുത്തില്ലെങ്കിൽ എനിക്കയാളെ കൊണ്ടുപോകാലോ അല്ലേ? കൊണ്ടോ ഇനി മേലെ എത്ര അഭ്യാസമായിട്ട് വന്നാക്കൽ. ഞാനെന്ത് ചെയ്തു സാർ? ഫോൺ. താങ്ക് യു സാർ. പറ്റേ സാർ, പോവാം മാഡം. ഇവരെന്ത് എന്നെ വിളിക്കാൻ വന്നത്? ആരും ഇട്ടത്? സാറെന്താ കേസൊന്നും ഇല്ലെന്ന് പറഞ്ഞു. പിന്നെ പറയാതെ എടോ, മെഡിക്കലിൽ കൊണ്ടുപോയി താൻ തന്നെ അപ്പിടാൻ പോകുന്നേ. പണ്ടൊരു ആദിവാസി ചെക്കനെ തല്ലിയതിനെ നമ്മുടെ ലക്ഷ്മണനെ 6 മാസം അകത്ത് കിടത്തിയത് ഓർമ്മയുണ്ടോ? ആ മുതലായത്. ആക്ടിവിസ്റ്റാ, ആക്ടിവിസ്റ്റ്. ചേച്ചി ആ സൈഡിലൊന്ന് നിർത്തിയാൽ മതി. ഇവിടെ നിർത്തിയാൽ മതി. ആരാണ് അയച്ചത്? ആശ അയച്ചതാ. ആശേ? ആ ആശ. ആ ഓ ആ ശരി. താങ്ക് യു ചേച്ചി. നിനക്കെന്താ ഇത്ര വലിയ ഗൗരവം? എല്ലായ്പ്പോഴും എല്ലാവർക്കും ഒരേപോലെ ഇരിക്കാൻ പറ്റുമോ? തന്തയുടെ അടുത്തോട്ട് കെട്ടിയെടുക്കാൻ പറ്റാഞ്ഞിട്ടായിരിക്കും. എന്തൊക്കെ ബഹളയെന്ന്. പേഴ്സ് തിരിച്ചു കൊടുക്കുന്നു, ഫോൺ വിളിക്കുന്നു, അച്ഛനെയും കൊണ്ട് തറവാട്ടിൽ പോകുന്നു. പണി കൊണ്ട് കിടപ്പിലായപ്പോൾ സമാധാനമായില്ലേ? എന്നിട്ട് ഓളും കൊണ്ട് തിരിഞ്ഞു നോക്കിയോ? സ്റ്റേഷനിൽ അഡ്വക്കേറ്റിനെ കിട്ടത് ജാമ്യത്തിലക്കാർ അവരാണ്. പോലീസിനെ കൂടെ പിടിപ്പിച്ചോളല്ലേ? പോലീസിനെ പിടികൊടുത്തല്ലേ? പക്ഷെ പോലീസ് പിടിച്ചിട്ട് ഏതൊരു കുഞ്ഞോവിന്റെ പേര് കൊണ്ട് ഇടിയോടിടി കുനിച്ചിരുത്തി നല്ലിടി. അതെന്താന്ന് മാത്രം എനിക്ക് കറക്റ്റായിട്ട് മനസ്സിലായില്ല. മതി മതി, നല്ല നീരുണ്ട്. കുഴപ്പമില്ല മതി. ഇങ്ങനെ പോകണമെങ്കിൽ കുറച്ചും കൂടി ഇടികൊള്ളാൻ സാധ്യത ഉണ്ട്. അപ്പോൾ ഒരുമിച്ച് പിടിക്കാം. മതി. അപ്പൊ എല്ലാ ദിവസവും ചൂടുവെള്ളം കരുതല്ലേ? ഓ ഓ കരുനാക്കല്ലോ. അതിന് ഷെയർ കൂടെ എന്നെ വിളിക്കരുത് കേട്ടോ. എന്താ ഇവിടെ? ഇത് കുറച്ച് കഞ്ഞിയാ. ഇവിടെ എല്ലാ ദിവസവും കഞ്ഞിയാ. ഒരു സൂക്കട് കാണാൻ വരുമ്പോഴെങ്കിലും കുറച്ച് പൊറോട്ട ബീഫും കൊണ്ടുവന്നൂടെ? ഇവരെ തമാശ. എനിക്ക് കഞ്ഞി ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾ സ്കൂളിൽ പഠിക്കാൻ നേരത്ത് എല്ലാ ദിവസവും കഞ്ഞിയായിരുന്നു. ഞാനാ സ്കൂളിൽ കഞ്ഞി വിളമ്പിക്കൊണ്ടെന്ന് വെച്ചാൽ ബാക്കി വരുന്ന അവസാനം വരുന്ന കഞ്ഞി അത് ഞങ്ങൾ വീട്ടിൽ കൊണ്ടുപോകും. അതായിരുന്നു എൻ്റെ അത്താഴം. ഏതുവരെ പഠിച്ചു? പുറവിൽ 7ാം ക്ലാസ് വരെ. ഹൈസ്കൂളിൽ കഞ്ഞില്ലല്ലോ, അതുകൊണ്ട് പോയില്ല. ഇപ്പൊ എങ്ങനെയുണ്ട്? ഇപ്പൊ കുറവുണ്ട്. നല്ല നല്ല മാറ്റമുണ്ട്. കണ്ടോ ഇവിടെ കണ്ടോ കുറവുണ്ട്. ഇവിടെ നല്ല ചതവ് കുറവുണ്ട് അല്ലേ? നല്ല ഒടിവാ. കുറഞ്ഞില്ലേ ഒടിവ്? ആ എന്നാ ശരി, കാണാം, പിന്നെ വരാം. അയ്യോ അയ്യോ പോലെ പോലെ എനിക്ക് ഒരു ചായ. അല്ല, അല്ലെങ്കിലും ചായ ഒന്നും വേണ്ട. അനുവിന് പാരന്റ്സ് മീറ്റിംഗ് ഉണ്ടെന്നും പറഞ്ഞ് ഇറങ്ങിയതാ. ഒരു ദിവസം വീട്ടിലേക്ക് വാ, അസുഖമൊക്കെ മാറിയിട്ട് നല്ല ഫുഡൊക്കെ ഉണ്ടാക്കി തരാം. ഞാൻ വന്നോളാം. ഒരു മിനിറ്റ്, ഓട്ടോ വിളിക്കണോ? വേണ്ട വേണ്ട, ഞാൻ പോയി. കഞ്ഞി വേണ്ട. നാളെ പള്ളി പെരുന്നാളായിട്ട് നല്ല കച്ചവടമായിരിക്കും അല്ലേ? അങ്ങനൊന്നും പറയാൻ പറ്റില്ല, കച്ചവടമല്ലേ. എന്താ നിങ്ങളുടെ പേര്? ജോർജ്. പോലീസുകാരൊക്കെ സ്ഥിരമായിട്ട് ഇവിടുന്ന് ഭക്ഷണം കഴിക്കാറല്ലേ? അതെ, 4 രൂപ ചേഞ്ച് ഇല്ല. ഒരു കാര്യം ചെയ്യാം. ആവട്ടെ, വേണ്ട, ഞാൻ തിരത്തോളാം. ഇതിലെ പോകുമ്പോഴേ പോലീസ് വണ്ടി പുറത്ത് നിർത്തിയിടുന്നത് കാണാറുണ്ട്, അതുകൊണ്ട് ചോദിച്ചതാ.
എന്നാ പോകട്ടെ. ആ ആ ജോർജെ പറ. സാറേ, കടയിൽ ഇപ്പോൾ ഒരാൾ വന്നിരുന്നേ. അയാളുടെ സംസാരത്തിൽ ഒരു പന്തികേട് തോന്നി. ഞാൻ അയാളുടെ ഫോട്ടോ അങ്ങോട്ട് അയച്ചിട്ടുണ്ട്. സാറേ, ആളെ അറിയോ നോക്കിയിട്ടൊന്ന് പറയണേ. ഒരു സെക്കൻഡേ. ജോർജെ, അത് പണിയാ കേട്ടോ. അത് നീ എത്ര പെട്ടെന്ന് പൈസ എടുത്ത് മാറ്റിക്കോ. സാറേ, ഇത്രയും വലിയ തുക പെട്ടെന്ന് അങ്ങോട്ട് മാറ്റാൻ പറഞ്ഞു. നീ ഒന്ന് ആലോചിച്ച് എന്താണേലും കാണിക്കും. ആ ആ ഞാൻ എങ്ങനെയെങ്കിലും മാറ്റിക്കോളാം. ഞാൻ വിളിക്കാം അപ്പം. ആ എബ്രാം സാറേ, ഒരു പണി വരുന്നുണ്ടല്ലോ. സാറിപ്പോൾ എവിടെയാ? പെട്ടെന്ന് വാടോ. തുറന്നു കൊടുക്കട. എവിടെയാണോ ഓണർ? മുതലാളി അകത്തുണ്ട് സാർ. വിളിക്ക്. ഞാൻ ജോർജ്, ഈ ഹോട്ടലിന്റെ ഉടമയാ. ഈ ക്ലോസ് ബോർഡൊക്കെ തൂക്കി ഇതിനകത്ത് എന്താ പരിപാടി? ഒരു പരിപാടിയില്ല സാറേ. അതെ, വെപ്പുകാരൻ വരാത്തോട് കച്ചവടം നടക്കില്ല. എന്നാ പിന്നെ ക്ലീനിങ് ആക്കാന്ന് കരുതി. ഞാൻ വിജിലൻസ് ചെയ്യായി ഇക്ബാൽ. ഓ ഓ ഇതിനകത്ത് കള്ളപ്പണ സൂക്ഷിച്ചിട്ട് അറിവ് കിട്ടി. അതൊന്ന് അന്വേഷിക്കാൻ വേണ്ടി വന്നാ. ഇവിടെയോ? ആ എന്റെ സാറേ, ആരെ ഇല്ലാക്കഥകളൊക്കെ പറഞ്ഞു തന്നെ. ശരി, ഇവിടെ വെക്കാൻ പറ്റില്ല. അല്ല, അങ്ങനെയൊന്നും ഇല്ല. പോയി പെട്ടെന്ന് നോക്കണേ. ചെല്ലേ പെട്ടെന്ന് കവർ ചെയ്യും. മോനെ നിന്ന് നിന്ന് എവിടെ വന്ന് അതൊക്കെ പോവാൻ നിന്ന്. എവിടെ നിന്റെ സ്ഥലം എവിടെ? നല്ല മൊബൈലാണെന്നാ. ഉണ്ണി ഇത് കയ്യിൽ വയ്ക്ക്. നിന്റെ സ്ഥലം എവിടെ? എവിടെ? അടുത്ത നോക്കണോ? ചിറ്റൂര്. ചിറ്റൂ. ഇരിക്കും സാറേ. ഇരുത്തണ്ട ഞങ്ങൾ ഇരുന്നോളാം കേട്ടാ. നോക്ക് ഉണ്ണി, പെട്ടെന്ന് നോക്ക്. എന്തായി? വാപ്പിച്ച് നോക്കിക്കൊണ്ടിരിക്കുക. വിളിക്കാം. ആ സുരേഷ്, എന്തായി? ഇവിടെ ഒന്നും കണ്ടില്ല സാറേ. ഒന്നുമില്ല സാറേ. ഉണ്ണി കിട്ടിയോ? ഒന്നുമില്ല സാറേ, ഇവിടെ എല്ലാം നോക്കി. ഒന്നുമില്ല. സുരയ്ക്ക് തെറ്റിയോ? ആ മനോജിനടുത്ത് പറഞ്ഞേക്ക്. അവൻ എവിടെ കൊണ്ട് പൂഴ്ത്തിയാലും ഞാൻ പൊക്കോന്നു. ഫോൺ കൊടുത്തേക്കടോ. സാറേ, ഒരു ചായ കുടിച്ചിട്ട് പോവാം. ക്ഷീണിച്ചതല്ലേ? വേണ്ടേ? അമ്മര് മാറ്റിയാടോ സാധനം. കയറും. ജോർജേ, ഇടോ എന്റെ കാര്യം മറന്നു പോരുത്. നോക്കണം. അതോടാ തരാമടോ. ആദ്യം ഇതിനൊരു തീരുമാനം ഉണ്ടാക്കട്ടെ. ഇനി എന്തോന്ന് തീരുമാനം ഉണ്ടാക്കാനോ? എന്റെ കയ്യിലോട്ട് വന്നല്ലേ തനിക്ക് തരാൻ പറ്റൂ. തനിക്ക് എന്തെങ്കിലും കിട്ടിയാലേ എനിക്ക് വല്ലതും തരുള്ളൂ എന്ന് പറയുന്ന ഒരു തരം ഞൊണ്ടിയാട്ടോ. ഫിലിപ്പേ, അലമാര കയറ്റി ഇവിടെ നോക്ക്. പറഞ്ഞ പണിയേ. ആ ചെല്ല്. എന്തടോ എന്ന കളി കളിക്കുന്ന ഒന്ന് വലിച്ചു വായി കെട്ട്. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? പിന്നെ നിങ്ങൾ ശരിക്കും നോക്കിയിട്ടുണ്ടാവില്ല. ഞാൻ എത്ര കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഇൻഫർമേഷൻ ആണെന്നറിയോ? ഏടോ, ഇത് തെറ്റാണെന്ന്. അവിടെ അന്വേഷിക്കാൻ ഒരു സ്ഥലവിന് ബാക്കിയില്ല. കക്കൂസ് അടക്കാൻ അന്വേഷിച്ച മനസ്സിലായോ? പണവും കുണവും ഒരു പിണ്ണാക്കൂല്ല അവിടെ. എന്നിട്ട് ഹോട്ടലിലെ പണിക്കാരൻ പറഞ്ഞില്ല പണം അവിടെ സൂക്ഷിച്ചിട്ടുണ്ടെന്ന്. പിന്നെ അതെങ്ങനെ ഇല്ലാണ്ടായി? താമ്പോ റെഡിയാണോ? അതിന് എനിക്കല്ലല്ലോ വിജിലൻസിൽ ജോലി. നിങ്ങൾ ഇതും പറഞ്ഞ് തെറ്റണ്ട. ഇന്നത്തോടെ ദിവസം കഴിഞ്ഞ് പോകുന്നില്ലല്ലോ. നമുക്കൊരു വഴി ഉണ്ടാക്കാം. ഏതായാലും അവനെ കൊണ്ട് ഞാൻ ആ കാശ് തീറ്റിക്കൂല. അവന്റെ പിന്നാലെ ഞാനുണ്ടാവും. എടോ, തൻ്റെ ഒരാളുടെ വാക്ക് വിശ്വസിച്ചാ വീട്ടിൽ പണം ഞാൻ വെക്കാമെന്ന് സമ്മതിച്ചത്. കുഴപ്പമൊന്നുമില്ലല്ലോ. സാറ് ധൈര്യമായിട്ടിരിക്കുന്നത്. അത് സാറിൻ്റെ വീടാണ് ഏറ്റവും സേഫ് ആയിട്ടുള്ള സ്ഥലം. പിന്നെ സാറ് ഒരു പകൽമാന്യനായോണ്ടേ ആരും സംശയിക്കത്തൊന്നുമില്ല. ഹലോ, എന്താ വിളിച്ചേ? നിങ്ങൾ പറഞ്ഞിട്ടൊന്നും പറഞ്ഞ അലമാര ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. ആ, എത്തിയോ? ആ, നല്ലൊരു അലമാര കണ്ടപ്പോ ഞാനത് വാങ്ങി. ഇഷ്ടപ്പെട്ടാ? ആ, ഇഷ്ടപ്പെട്ടു. പക്ഷേ അതിന് ലെഫ്റ്റ് സൈഡിലെ ഡോർ തുറക്കാൻ പറ്റുന്നില്ലെന്നേ.
ലെഫ്റ്റ് സൈഡിലെ ചാവി കാണുന്നില്ലെന്ന്. തുറക്കാൻ പറ്റുന്നില്ലേ? ഒരു അതെ, ഞാൻ വന്നിട്ട് തുറക്കാം. നീ അത് കുത്തിപ്പൊളിക്കാൻ നിൽക്കണ്ട കേട്ടോ. ആ ശരി ശരി. സേഫായിട്ട് എത്തിയോ? സേഫായിട്ട് എത്തി. അവള് പറയാ പൈസ ഇരിക്കുന്ന ഡ്രോയുടെ ചാവി കാണുന്നില്ലെന്ന്. അതങ്ങനെ കാണാനാ? ചാവി എൻ്റെ അല്ലേ? സാറ് ഇതെപ്പെത്തി? ഞാനിപ്പോ എത്തിയുള്ളൂ. ഞാൻ മോളെ ബസ് കയറ്റാൻ പോയതായിരുന്നു. സാറെന്താ വന്ന കാലം നിൽക്കുന്ന കയറിയിരിക്കേ? ഷൂ ഒക്കെ അഴിച്ചിട്ട് മനോജ് പോരും, പെട്ടെന്ന് പോണോ? അതാ. അതെ, താൻ എന്താ തീരുമാനിച്ചത്? അങ്ങനെ തീരുമാനമൊന്നും ആയിട്ടില്ല സാറേ, പല വഴി ആലോചിക്കുന്നുണ്ട്. ഇടോ എന്തെങ്കിലും ഒന്നും തീരുമാനിക്കുക. 3 ദിവസമായി ആ സാധനം എൻ്റെ വീട്ടിൽ ഇരിക്കുന്നു. മനുഷ്യൻ കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. എന്റെ പൊന്ന് സാർ, സാർ ഇങ്ങനെ ടെൻഷൻ അടിക്കല്ലേ? ഇവിടെ പിന്നെ ടെൻഷൻ അടിക്കാതെ എന്തോ ചെയ്യും? 3 കോടി രൂപയുടെ ക്യാഷാണ് വീട്ടിൽ ഇരിക്കുന്നത്. ആരെങ്കിലും ഒറ്റ കൊടുത്തതെങ്കിലും പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതെല്ലാം ഒറ്റയ്ക്ക് ഞാൻ തന്നെ അനുഭവിക്കണ്ടേ? എന്നാ ഞാൻ ഒരു കാര്യം പറയാം, നമുക്കിതങ്ങ് വീതം വെക്കാം. അപ്പൊ അവനോന്റെ മുതൽ അവനോനങ്ങ് നോക്കിയാൽ മതിയല്ലോ. അത് കൊള്ളാമല്ലോ. ഒരു കാര്യം ചെയ്യാം, അങ്ങനെയാണെങ്കിലേ ഈ 25-ാം തീയതി രാത്രിയിൽ എൻ്റെ വീട്ടിൽ വെച്ച് വീതം വയ്ക്കാം. അതെന്താ 25-ാം തീയതി? അന്ന് മോള് വീട്ടിൽ കാണുന്നില്ല. മോളി ഉണ്ടെങ്കിൽ എന്താണ്? അത് ശരിയാവില്ല, അത് ശരിയാവില്ല. 25-ക്ക് 25. അതുവരെ സാറൊന്നും ടെൻഷൻ അടിക്കാതിരിക്കോ? ഓക്കെ, ശരി ശരി ശരി. Why so serious cooking? പേടിച്ചോയോ? ഞാൻ പേടിച്ചൊന്നുമില്ല. എനിക്കറിയായിരുന്നു ഏതെങ്കിലും വൃത്തിയിട്ട കള്ളന്മാരായിരിക്കും. കള്ളന്മാരോ? അതിനാ ഒറ്റക്കല്ലോ വന്നത്. ഇതെന്താണ്, പോലീസുകാരെ വീട്ടിലും ഗോതമ്പുണ്ടയോ? ഓരോരോ ശീലങ്ങളെ. അതെ, ഞാനൊരു കാര്യം ചോദിച്ചാ ഇയാൾക്ക് എന്തെങ്കിലും തോന്നുമോ? ആദ്യം ചോദിക്കേ, എന്നിട്ട് നോക്കാം തോന്നൂല്ലെന്ന്. ഇയാൾക്ക് ഈ മോഷണമൊക്കെ ഒന്ന് നിർത്തിക്കൂടെ? എന്തിന്? ഒരാൾക്ക് മാറത്തുള്ള ഒന്നും ഞാൻ മോഷ്ടിക്കാറില്ല. അതിപ്പോൾ പൊന്നാണെങ്കിലും ശരി, പണമാണെങ്കിലും ശരി. പിന്നെ